വെള്ളങ്ങളെ മേഘങ്ങളിൽ കെട്ടിവെക്കുകയും ആ വെള്ളങ്ങളുടെ ഭാരം കൊണ്ട് കാർമുകിൽ കീറിപ്പോകാതെ വണ്ണം സൂക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ വലിയവനും മഹാനുമായ ദൈവത്തിന് സ്തോത്രം. തൻ്റെ പ്രാണനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനവും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. നമുക്ക് പതിവ് പോലെ വീണ്ടും ഈ വെള്ളിയാഴ്ച വൈകുന്നേരം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അവസരത്തെ തന്നുവല്ലോ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളും ബലഹീനരും ഒക്കെ ആയിരിക്കുന്നവരെ കർത്താവ് സുഖമാക്കട്ടെ. ആശ്വാസവും സൗഖ്യവും അവർക്കൊക്കെ എത്രയും വേഗത്തിൽ ദൈവം നൽകുമാറാകട്ടെ എന്ന് ദൈവത്തോട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരുടെ ജോലി കാര്യങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠന കാര്യങ്ങളിൽ, തുടർന്നുള്ള അഡ്മിഷൻ കാര്യങ്ങളിലൊക്കെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വേലക്കാരായിരിക്കുന്ന കർത്തൃദാസന്മാരെ, കർത്തൃവേലയിൽ വർദ്ധിച്ചു വരേണ്ടതിന് ആത്മാക്കളെ നേടുന്നവരും രക്ഷിക്കപ്പെട്ടവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുന്നവരും ആയി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വ്യക്തിപരമായ വിഷയങ്ങളെ ദൈവം മുമ്പാകെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ വിഷയങ്ങളിലും ദൈവം തക്ക സമയങ്ങളിൽ തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തട്ടെ, തൻ്റെ മഹത്വത്തെ അയക്കട്ടെ. നമുക്ക് എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിലേക്ക് തിരിയാം. പ്രത്യേകാൽ അതിൻ്റെ 9 മുതൽ 18 വരെയുള്ള 10-11 വാക്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച്, അതിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടകം അവിടെ നിന്നും കണ്ടത്. അതിൽ 3-ാമത്തേതിനെ സംബന്ധിച്ച് അല്പം വിശാലമായ ഒരു ചർച്ചയും സംശയ നിവാരണവും വരുത്തുവാൻ നമ്മൾ ഉദ്യമിക്കുകയായിരുന്നു. മിനിയാന്ന് അവസാന ഭാഗത്തും ഇന്നലെയും. യേശു കർത്താവ് ജഡമെടുത്ത് ഭൂമിയിൽ വന്നു. യേശുക്രിസ്തുവിന്റെ ജഡധാരണം ഒരിക്കലായിട്ട് മാത്രമായിരുന്നു. യേശുവിന്റെ ക്രൂശീകരണവും ഒരിക്കലായിട്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഫലം സദാകാലത്തേക്കുമാണ്. നമ്മളതേ സംബന്ധിച്ച് കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ യേശു സാധിപ്പിച്ചു എന്നുള്ള വിഷയം. അങ്ങനെ ഒരിക്കലായി യേശു ജഡമെടുത്തു. ഒരിക്കലായി മാനവകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും തൻ്റെ മേൽ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ കയറി ഒരിക്കലായിട്ട് മരിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ സാധിപ്പിച്ചു. അതിൻ്റെ വിവിധമായ ഉദ്ദേശങ്ങളും ആ ജഡധാരണത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നേടിയതും, യേശു കർത്താവിന് പ്രത്യേകിച്ചൊന്നും നേടാനായിട്ടില്ലായിരുന്നു, നമുക്ക് വേണ്ടി നേടിയതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ എബ്രായ ലേഖനം 2-ന്റെ 9 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും കണ്ടുവരികയാണ്. അവിടെ നമ്മൾ കാണുന്ന ഏതാണ്ട് 10ഓളം വാക്യങ്ങളിലെ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഒന്നാമത് നമ്മൾ കണ്ടു, യേശുക്രിസ്തു ജഡമെടുത്ത് ഭൂമിയിൽ വന്നത്
മനുഷ്യരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. രണ്ടാമത് നമ്മൾ കണ്ടു, നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. അഥവാ യേശുക്രിസ്തുവിന് വീണ്ടെടുക്കേണ്ടിയിരുന്ന മനുഷ്യരോട് താദാത്മ്യപ്പെടേണ്ടതിന്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. മനുഷ്യനാണ് നഷ്ടം സംഭവിച്ചത്, മനുഷ്യനാണ് നഷ്ടപ്പെട്ടു പോയത്, മനുഷ്യനാണ് ബാക്കി എല്ലാത്തിൻ്റെയും നഷ്ടത്തിന് കാരണക്കാരനുമായത്. അപ്പം മനുഷ്യന് നൽകിയ ഭൂമി നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് വീണ്ടെടുക്കണമെങ്കിൽ ആരെക്കൊണ്ട് മാത്രമേ സാധ്യമാവൂ? മനുഷ്യനെ കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരനെ കൊണ്ട്. അടുത്ത ചാർച്ചക്കാരൻ. ഒരു മനുഷ്യക്കുരങ്ങനെ കൊണ്ടുപോലും പറ്റത്തില്ല കേട്ടോ. ഒരു ഏപ്പിനെ കൊണ്ടുപോലും പറ്റത്തില്ല. മനുഷ്യനോടൊക്കെ സാദൃശ്യമുള്ള കുരങ്ങ് വർഗത്തിൽപ്പെട്ട മനുഷ്യരുടെ പൂർവികന്മാരെന്ന സയൻസ് പോലും അത്ര നിശ്ചയമില്ലാതെ പറയുന്ന ആ മനുഷ്യ കുരങ്ങുകൾക്ക് പോലും പറ്റില്ല. മനുഷ്യന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ. നമ്മളത് വീണ്ടെടുപ്പിന്റെ നിയമങ്ങളെക്കുറിച്ച് ലേവ്യ 25-ാം അധ്യായത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി വീണ്ടെടുപ്പുകാരനായി യേശു ജഡം സ്വീകരിച്ച് ഭൂമിയിൽ വന്നപ്പോൾ അവൻ ആരെയാണോ വീണ്ടെടുക്കേണ്ടിയിരുന്നത് അവരെ പോലെ ആകേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഉദ്ദേശമായി നമ്മൾ പറഞ്ഞത്, അവൻ നമ്മോട് അനുരൂപപ്പെടുവാൻ ജഡമെടുത്തു. അത് 14-15 വാക്യങ്ങളിൽ നിന്നും നമ്മൾ കാണുകയുണ്ടായി. സ്തോത്രം. മൂന്നാമത്തേതിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദീർഘസമയങ്ങളിൽ നിന്നത്. 16-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ദൂതന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, പകരം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് കണ്ടു. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ. നമ്മൾ അതിൻ്റെ മറ്റ് പദ അർത്ഥങ്ങളിലേക്ക് പിന്നീട് പോകുന്നുണ്ട്. അവിടെയായിരുന്നു നമ്മൾ ഇന്നലെ മുഴുവനും മിനിയാന്ന ഒടുവിലത്തെ സമയങ്ങളും ചിലവഴിച്ചത്. അതിൽ നമ്മൾ കണ്ടത് ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞിട്ട് മുൻപോട്ട് പോയേക്കാം. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് സകല ലോകത്തിനും വേണ്ടിയാണ്. നമ്മൾ ഇതിനോടകം പല ആവർത്തി കണ്ടതാണ്. അവൻ സകലർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന്. എല്ലാവർക്കും വേണ്ടി. മുഴു ലോകത്തിനും വേണ്ടി. ഒരു മനുഷ്യനെ പോലും അതിൽ നിന്നും പുറത്ത് ആക്കിയിട്ടില്ല. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയായിരുന്നു യേശു വന്നത്. എന്നാൽ തൻ്റെ പരസ്യ ശുശ്രൂഷ യഹൂദന്മാർക്കിടയിൽ അല്ലെങ്കിൽ ഇസ്രായേല്യർക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നു. വംശീയമായി ഇസ്രായേലിനിടയിൽ, ഭൂമിശാസ്ത്രപരമായും ഇസ്രായേൽ രാജ്യത്തിൻ്റെ പരിധിക്കകം
പുറത്തേക്ക് കർത്താവ് ശുശ്രൂഷയ്ക്കായി പോയിട്ടില്ല. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വ്യാപ്തി ഭൂമിശാസ്ത്രപരമായി പുറത്തേക്ക് ഇല്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പ്രായശ്ചിത്ത മരണം എല്ലാവർക്കും വേണ്ടിയായിരുന്നു. യേശു ജനിച്ചതും എല്ലാവർക്കും വേണ്ടി, മരിച്ചതും എല്ലാവർക്കും വേണ്ടി, ശുശ്രൂഷിച്ചതും എല്ലാവർക്കും വേണ്ടിയാണെങ്കിലും, അതായത് യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ ഉപദേശങ്ങൾ അത് മുഴു ലോകത്തിനും വേണ്ടിയായിരുന്നു, യഹൂദന് വേണ്ടി മാത്രമായിരുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് അവയെല്ലാം ഇസ്രായേലിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നു. അതിന് കാരണം നമ്മൾ കണ്ടു. യേശു ക്രിസ്തുവിനെ കുറിച്ച്, മശിഹായെ കുറിച്ച് നേരത്തെ അരുളി ചെയ്തിരുന്നത്, തിരുവെഴുത്തുകളിൽ ഉണ്ടായിരുന്നത് യഹൂദന്റെ തിരുവെഴുത്തുകളിൽ മാത്രമാണ്. മറ്റ് യാതൊരു മതഗ്രന്ഥങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം നൽകിയിരുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് മനുഷ്യ മനസാക്ഷിയിലും പ്രകൃതി അഥവാ സൃഷ്ടിയിലും ഉൾപ്പെടെ ഉണ്ട്. എന്നാൽ വരുവാനിരിക്കുന്ന മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളോ വെളിപ്പാടുകളോ അങ്ങനെ ദൈവം കൊടുത്തിരുന്നില്ല. അത് തമ്മിൽ കുഴച്ചിലാകരുത്. ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാട് സകല ലോകത്തിനും സകല മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ളത്, ദൈവം ഇസ്രായേലിനോടല്ലാതെ, തിരുവെഴുത്തുകളിലൂടെ അല്ലാതെ വേറെ എങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. സ്തോത്രം. നോ revelation especially of the Messiah outside the scriptures എന്നുള്ളത് വളരെ കണിശമായും നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തെക്കുറിച്ച് ദൈവം മനുഷ്യ മനസാക്ഷിയിൽ ഉൾപ്പെടെ വെളിപ്പാട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആരൊക്കെ എഴുതിയ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പോലും ഒരുപക്ഷെ നിരീശ്വരവാദ, യുക്തിവാദ ലേഖനങ്ങളിലോ സന്ദേശങ്ങളിലോ പോലും ദൈവത്തിൻ്റെ വെളിപ്പാടുകളുടെ അംശങ്ങൾ കണ്ടേക്കാം. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. This Prajapati is actually not as these people preaching about. ആ പ്രജാപതിയെ കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗം, ആ മൊത്തം ഭാഗമല്ല, ഒരു കൊച്ചു ഭാഗം മാത്രം എടുത്തിട്ടാണ് യേശു ക്രിസ്തുവിൽ അത് യോജിക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ ആ മൊത്തമായ ഭാഗങ്ങൾ യേശുക്രിസ്തുവുമായിട്ട് ഒട്ടും യോജിക്കാത്തതായിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രജാപതിയെക്കുറിച്ചുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടായി നമുക്ക് സ്വീകരിക്കുവാൻ ഒക്കത്തില്ല. അതായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളക്കരയിൽ പെന്തക്കോസ്തുകാർക്കിടയിൽ തന്നെ നടന്ന വലിയ സംവാദം. കേരള പെന്തക്കോസ്ത് ചരിത്രത്തെയും കേരള മലയാളി ക്രൈസ്തവ സമൂഹങ്ങളെയും ഈവൻ സെക്യുലർ മലയാളി സമൂഹത്തെയും പോലും വളരെ കോളിളക്കം കൊള്ളിച്ചിട്ടുള്ള ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു മാസികയുടെ വാരിക, വീക്കിലിയുടെ ഉത്ഭവം ഈ വിഷയത്തിൽ നിന്ന്, ഈ പ്രജാപതിയിൽ നിന്നാണ് പരേതനായ TS ബാലൻ എന്ന എഴുത്തുകാരൻ, ഡിഫൻഡർ പൊങ്ങി വരുന്നത്. ഈ പ്രജാപതി എന്ന ആശയത്തെ ഖണ്ഡിക്കാൻ വേണ്ടി അദ്ദേഹം തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നത്. പിന്നീട് നമ്മൾ അറിയുന്ന രൂപത്തിൽ അതങ്ങ് മാറി. കാരണം അങ്ങനെയുള്ള പലരും, കാനമച്ചൻ ഉൾപ്പെടെയുള്ളവർ,
ഈ പ്രജാപതിവാദത്തെ നഖശിഖാന്തം എതിർത്തവരാണ്. ഞാൻ ഉപനിഷത്തുകൾ വായിച്ചിട്ടില്ല. ഇതുപോലെയുള്ള ദേവദാസന്മാരുടെ ഈ രണ്ട് വാദങ്ങളുടെയും ലേഖനങ്ങൾ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഞാനും എത്തിച്ചേർന്ന ഒരു നിഗമനമാണ് ഈ പറയുന്നത്. പ്രജാപതി എന്ന നമ്മുടെ കൂട്ടത്തിൽ പലരും ഇന്ന് അധികം പ്രസംഗിക്കാറില്ല അതിനെക്കുറിച്ച്. എന്നാൽ ഒരു കാലത്ത് ഭയങ്കരമായിരുന്നു. പ്രജാപതി ക്രിസ്തു, വേദങ്ങളിലെ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രസംഗങ്ങളും പുസ്തക പ്രസിദ്ധീകരണങ്ങളും ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങളും ഒക്കെ ഒത്തിരി വന്നു. അതിനെ ഖണ്ഡിച്ച പ്രധാനികളായിരുന്നു ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ. കാരണം പ്രജാപതിയെക്കുറിച്ച് യേശുക്രിസ്തുവുമായി യോജിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് പോലെ ഉണ്ട് പോലും. സോമവീഞ്ഞ് കുടിക്കുക, കന്യകയിൽ നിന്നും ഉത്ഭവിക്കുക, കൈകാലുകൾ തുളയ്ക്കുക എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ യേശുക്രിസ്തുവുമായിട്ട് യോജിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ പുസ്തകങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ അതേ പ്രജാപതിയെക്കുറിച്ച് യേശുക്രിസ്തുവുമായിട്ടും ഒരു സാധാരണ മനുഷ്യനുമായിട്ട് പോലും ഒട്ടും യോജിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഈ പഠിതാക്കൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രജാപതി എന്നത് ഒരു ഹൈന്ദവ വേദങ്ങളിലെ ക്രിസ്തുവിന്റെ വെളിപ്പാടായി സ്വീകരിക്കുവാനേ നമുക്കൊക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കാർക്കശ്യത്തോടെ പറഞ്ഞത്, എബ്രായ തിരുവെഴുത്തുകൾക്ക് പുറത്ത് മശിഹായെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ഇല്ലേ ഇല്ല. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഉണ്ട്. അത് ഇനി ഒരു മതഗ്രന്ഥം പോലും അതിന് വേണ്ട. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിന് വേണ്ടി ഒരു മതഗ്രന്ഥം പോലും നമുക്ക് വേണ്ട. ഏറ്റവും ഒന്നാമത് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് മനുഷ്യ മനസാക്ഷിയിലാണ്. ഇൻ ഹ്യൂമൻ കോൺഷ്യൻസ് ദർ ഈസ് ദ ഫസ്റ്റ് റെവലേഷൻ ഓഫ് ഗാഡ്. അതുകൊണ്ട് ആ സഭാപ്രസംഗി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വായിച്ചായിരുന്നല്ലോ, നിത്യതയും മനുഷ്യന്റെ ഉള്ളിൽ ആക്കി വച്ചിരിക്കുന്നു. ഇപ്പൊ തൻ്റെ ആത്മാവിനെ, ദൈവം തൻ്റെ ആത്മാവിനെ മനുഷ്യരുടെ ഉള്ളിലാക്കി ഒരു നിത്യതാബോധവും നൽകി. അതാണ് മനുഷ്യ മനസാക്ഷിയിൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടെന്ന് പറയുന്നത്. സനാതനനായ, കാനവച്ചന്റെ ഭാഷയിൽ പറഞ്ഞാൽ സനാതനനായ ദൈവത്തെക്കുറിച്ചും സനാതനമായ ജീവിതത്തെക്കുറിച്ചുമുള്ള ഒരു വെളിപ്പാട് മനുഷ്യന്റെ മനസാക്ഷിയിൽ ദൈവം നൽകിയിട്ടുണ്ട്. സ്തോത്രം. There is no revelation outside the Hebrew scriptures about the Messiah. But about God, there are lot many partial revelations, including human conscience, as we last week studied from Ecclesiastes, that God has even put eternity in the heart of man. And therefore, man only, human beings only can think of an eternal God and an eternal life. That is the revelation of God initially in the mind or in the conscience of man. മനുഷ്യന്റെ മനസാക്ഷിയിലുള്ള ആദ്യത്തെ ദൈവിക വെളിപ്പാടാണ് ഈ പറയപ്പെട്ടത്. പിന്നീട് റോമർ 1:20 മുതൽക്കുള്ള വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 19 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ, പ്രകൃതിയിൽ, ഇൻ ദ നേച്ചർ, God has revealed his nature. In the nature,
സങ്കീർത്തനത്തിലും 19-ാം സങ്കീർത്തനം ഉൾപ്പെടെ പല സങ്കീർത്തനങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. സ്തോത്രം. ഇപ്പൊ പ്രകൃതിയിലും ദൈവം തന്നെ പറ്റിയുള്ള വെളിപ്പാടുകൾ കൊടുത്തിട്ടുണ്ട്. മനുഷ്യ മനസാക്ഷിയിലൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഏതു മതഗ്രന്ഥത്തിലും ദൈവത്തെക്കുറിച്ചുള്ള അല്പമായ വെളിപ്പാടുകൾ കാണാം. അത് സ്വാഭാവികം. അത് നമുക്ക് മറ്റുള്ളവരോട് പറയുന്നതിനും തെറ്റില്ല. ഏഥൻസിൽ പൗലോസ് അങ്ങനെ ചെയ്തു. അഥേനയിൽ വെച്ച് പൗലോസ് അങ്ങനെ ചെയ്തു. അജ്ഞാത ദേവനെന്ന് എഴുതി വെച്ച വേദിക്കല്ല് കണ്ട് പൗലോസ് പ്രസംഗിച്ചു. പിന്നെ താഴോട്ട് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 17-26 തൊട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് തത്വജ്ഞാനികളുടെ വാക്കുകളെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. 26-ാമത്തെ വാക്യം എടുത്തെങ്കിലൊന്ന് വായിച്ചു. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. ഈ പ്രസംഗത്തിന് ശേഷം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിനും പരിമിതികൾ, അതിർത്തികൾ നിർമ്മിച്ചതിനുമൊക്കെ പിൻപിലെ ഉദ്ദേശം പറഞ്ഞതു മനുഷ്യർ ദൈവത്തെ തപ്പി നോക്കി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിന്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ടോ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവൻ അല്ലതാനും, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. കണ്ടോ? എപ്പിക്യൂരിയൻസ് അല്ലെങ്കിൽ ഗ്രീസിലെ സോക്രട്ടീസിന്റെ പിന്മുറക്കാരായ തത്വജ്ഞാനികളോട് പൗലോസ് പ്രസംഗിച്ചതാ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ചില കാവ്യഭാഗങ്ങൾ, പൊയട്രീസ് എടുത്ത്, അല്ലെങ്കിൽ അവരുടെ ലിറ്ററേച്ചർ, അവരുടെ സാഹിത്യത്തിൽ നിന്ന് തന്നെ പൗലോസ് ഇതിനെ ബന്ധിപ്പിക്കുന്നു, കണക്ട് ചെയ്യുന്നു. അത് സാധ്യമാണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ബൈബിളിന് പുറത്തും തീർച്ചയായിട്ടും ഉണ്ട്. അത് നിഷേധിക്കുന്നില്ല. അത് ബൈബിള് തന്നെ പറയുന്നു. മനുഷ്യ മനസാക്ഷിയിലും പ്രകൃതിയിലും ഉൾപ്പെടെ. വേദപുസ്തകം പഠിക്കാനായിട്ട് ബൈബിൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആദ്യകാലങ്ങളിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിലേക്ക് നേരിട്ട് പോകുന്നവർക്ക്, ബൈബിളിൽ വലിയ അടിത്തറയില്ലാതെ പോകുന്നവർക്ക്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണം പോലെ ബാബിലോണിയ ലേഖനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ബൈബിളിലെ ജലപ്രളയ വിവരണങ്ങൾ പോലെ ബാബിലോണിലെ ജലപ്രളയ വിവരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. വിമർശനാത്മകമായ പഠനത്തിന്റെ ഭാഗമായി ബൈബിൾ അത് കോപ്പി അടിച്ചുണ്ടാക്കിയതാണോ, അവര് ബൈബിൾ കോപ്പി അടിച്ചതാണോ എന്നൊക്കെയുള്ള സംവാദങ്ങൾ ബൈബിൾ കോളേജുകളിൽ നടക്കാറുണ്ട്. ആ നിലകളിൽ ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായി പഠിച്ചു വന്ന അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അത് കൂടുതൽ ചിന്തനീയമായിട്ട് തീരാറുമുണ്ട്. അതിൽ ബലഹീനന്മാരായ വിദ്യാർത്ഥികൾ ചിലര് ദൈവത്തെയൊക്കെ വിട്ടുപോകുന്നവരും കാണുന്നുണ്ട്. ചിലർ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇവിടെ പഠിപ്പിക്കുന്ന ബൈബിളൊന്നും അല്ല, ബൈബിളിന് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നവരും ഉണ്ട്. ഞങ്ങൾ തന്നെ ഏതാണ്ട് 42 പേരോ മറ്റുമാണ്
അഡ്മിഷൻ എടുത്തത്. ഗ്രാജുവേറ്റ് ചെയ്തത് 22 പേരാണ്. ബാക്കിയുള്ളവരൊക്കെ പോയി. അതിൽ ചിലരൊക്കെ വേറെ ചില ബൈബിൾ സ്കൂളുകളിലൊക്കെ പോയി. ചിലരെ കുറിച്ചൊന്നും ഒരറിവില്ല. അപ്പം വേദപുസ്തകത്തിലേതിന് തത്തുല്യമായ സംഭവ വിവരണങ്ങൾ വേദപുസ്തകത്തോളം പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന പല ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഇതരം മതഗ്രന്ഥങ്ങൾ ദൈവത്തെക്കുറിച്ച് കാണാം. അതിനൊന്നും നമുക്ക് വിരോധമില്ല, അതൊക്കെ സാധ്യമാണ്. എന്നാൽ മശിഹായെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ്, പ്രവചനങ്ങളാണ് എബ്രായ തിരുവെഴുത്തിൽ മാത്രം എന്ന് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ആ ജനതയുടെ അടുക്കൽ അവരുടെ ഇടയിൽ മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയും പരസ്യ ജീവിതവും പരിമിതപ്പെട്ടിരുന്നതെന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. ശരി. പിന്നീട് നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ കണ്ടതും ഓർക്കുമല്ലോ, യേശുക്രിസ്തുവിന് ഒരുവന്റെ പാപം ക്ഷമിക്കേണ്ടതിന് ക്രൂശിൽ മരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. യേശുവിന് തൻ്റെ രക്തം കൂടാതെ തന്നെ പാപമോചനം കൊടുക്കുവാനുള്ള അധികാരം ദൈവം എന്ന നിലയിൽ ഉണ്ട്. അത് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഒരാളോടല്ല പലരോടും ഉള്ള ബന്ധത്തിലും ചെയ്തിട്ടുമുണ്ട്. എന്നാൽ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കേണ്ടതിന് ക്രൂശിൽ മരിക്കേണ്ടിയിരുന്നു എന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും മറ്റ് ചോദ്യങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നും ഇല്ല എന്ന് കരുതുന്നു. നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ഒരു വിരോധവുമില്ല. ആരും അതിൽ പുറകോട്ട് നിൽക്കരുത്. നമുക്ക് നമ്മുടെ ഒരു രീതിയിലാണല്ലോ നമ്മുടെ ക്ലാസ് പോകുന്നത്. ഈ ഒരു രീതി നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും കൂടി ചെയ്യുന്നത് കൊണ്ട് ആ രീതി തന്നെ പിന്തുടരുവാനാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. ഇൻട്രാക്റ്റീവായിട്ടും ചോദ്യങ്ങൾ സംശയ നിവാരണങ്ങൾ വരുത്തിക്കൊണ്ടും സാധാരണ നടക്കുന്ന മറ്റ് ക്ലാസ്സുകളിൽ നിന്നും ഇത് അല്പം വ്യത്യസ്തമാണ്. അല്പസമയം കൂടുതലെടുക്കും എന്നുള്ളത് ശരിയാണ്. നമ്മളൊരു കരിക്കുലം ഫോളോ ചെയ്യുന്നില്ല. ഒരു പാഠ്യപദ്ധതി അനുസരിച്ച് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സമയബന്ധിതമായിട്ടല്ല നമ്മുടെ ക്ലാസ്സുകൾ എന്നതുകൊണ്ട് ഈ രീതിക്ക് കുഴപ്പമില്ല. സ്തോത്രം. താങ്ക് യു. ചോദ്യം ചോദിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ചോദ്യം വല്ലതും ഉണ്ടോ ആരെങ്കിലും? ഇല്ല. സ്തോത്രം. ഇനി പൊതുവായ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തേതുപോലെ ചോദ്യോത്തരത്തിന് വേണ്ടി മാത്രമായിട്ട് മറ്റൊരു സെഷൻ വയ്ക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ മതിയാവും. നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ 3-4 ക്ലാസ്സുകൾ വെച്ചിരുന്നല്ലോ, ചോദ്യോത്തരമായിട്ട് മാത്രം. റെഗുലറായി നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കാത്ത ചിലർ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് റെക്കോർഡിങ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അവർക്ക് അങ്ങനെയുള്ള ഒരു ചോദ്യോത്തരവേള കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിലും കൂടെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്കങ്ങനെ ക്രമീകരിക്കാം. സ്തോത്രം. തിരികെ വരുന്നു. ദ പർപ്പസ് ഓഫ് ക്രൈസ്റ്റ് made a little lower than the angels. The reasons and the purposes. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി നമ്മെപ്പോലെയുള്ള ജഡശരീരത്തിൽ വെളിപ്പെട്ടതിൻ്റെ കാരണവും ഉദ്ദേശങ്ങളുമാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എബ്രായലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നിന്ന്, പ്രത്യേകിച്ച് 9 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്. സ്തോത്രം. അതിൽ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. സ്തോത്രം. 4-ാമത്തേതിലേക്ക് നമ്മൾ പോവുകയാണ്. സ്തോത്രം. 4 നമ്മൾ നേരത്തെ പഠിച്ച 9-ാമത്തെ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. വേഴ്സ് 9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. നമ്മൾ പ്രത്യേകമായി എടുത്ത് പഠിച്ച 2 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. 2 കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ 2ആയിട്ട് വേണമെങ്കിലും അതിനെ കണക്കാക്കാം. ടു ടേസ്റ്റ് ഡെത്ത് ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. മരണം ആസ്വദിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചതുകൊണ്ട് ഇനിയും അത് ആവർത്തിക്കേണ്ടതില്ലല്ലോ. നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാനാണ് യേശുക്രിസ്തു ജഡം എടുത്തതെന്ന് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം അതേ വാക്യത്തിൽ നമ്മൾ കണ്ടു. നമുക്കെല്ലാവർക്കും വേണ്ടി മരണം അനുഭവിപ്പാൻ. സ്തോത്രം. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി മരിപ്പാനും മരണം ആസ്വദിപ്പാനും, രണ്ടും ഒന്നല്ല എന്ന് നമുക്കിതിനോടകം മനസ്സിലായി കാണുമല്ലോ. ടു സഫർ ഡെത്ത് means to die on behalf of us, for us. നമുക്കെല്ലാവർക്കും വേണ്ടി മരണം അനുഭവിപ്പാൻ യേശു ജഡത്തിൽ വന്നു. കാരണം നമുക്കറിയാം, യേശു ആയിരുന്ന ദൈവത്വം മരിപ്പാൻ കഴിയുന്ന ശരീരത്തിലായിരുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു അമർത്യനായിരുന്നു. യേശു ആത്മാവായിരുന്നു. ദൈവസ്വരൂപത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചതാണ്. ജീസസ് വാസ് ഇമ്മോർട്ടൽ, incorruptible. He was a spirit being without a physical body. വെടിയോ പടക്കമോ എല്ലാം കേൾക്കാമോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, പ്രൈസ് ഗോഡ്. ഇവിടെ വെളിയിൽ വലിയ പടക്കമൊക്കെ പൊട്ടുന്നു. ഞാൻ വിചാരിച്ചു ഇന്നലെ പാട്ട് പാടിയപ്പോഴത്തെ സൗണ്ട് പോലെ കാണാം, അവിടെയും കേൾക്കാമോ? So Christ was immortal, incorruptible, spirit being, having no physical body, and therefore he
could not be killed or dead. He was in glory, in majesty. യേശുക്രിസ്തു ആത്മരൂപിയായി, സൂക്ഷ്മരൂപിയായി, തേജോമയനായി, ഒരു ഭൗതിക ശരീരമില്ലാത്തവനായി, അശരീരിയായി, അദ്രവത്വത്തിൽ അമർത്യനായിരുന്നു. യേശുവിന് മരിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? തൻ്റെ മഹത്വത്തെ, ദൈവത്വത്തിന്റെ മഹത്വത്തെ ഉരിഞ്ഞു വെച്ചിട്ട് ജഡമെടുത്തു. എബ്രായർ 10 നമ്മൾ വായിച്ചതുപോലെ കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ പറഞ്ഞു, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ഒരുക്കപ്പെട്ട ശരീരത്തിൽ യേശു വന്നു. മരിക്കാനായിട്ട് തന്നെയാണ് യേശു വന്നത്. The very purpose of Jesus coming to this world or taking up the flesh was to die. മരിക്കുക എന്നത് തന്നെയായിരുന്നു യേശുവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. എങ്ങനെയെങ്കിലും മരിക്കുക എന്നുള്ളതല്ല, പ്രായശ്ചിത്തമായിട്ട് മരിക്കുക. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകതയാണത്. അപ്പോൾ യേശുവിന്റെ മരണം, ഇറ്റ് വാസ് നോട്ട് എ നാച്ചുറൽ ഡെത്ത്, ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല. നോട്ട് എ മർഡർ, കൊലപാതകമായിരുന്നില്ല. നോട്ട് ആൻ എക്സിക്യൂഷൻ, ഒരു ശിക്ഷാവിധിയുടെ മരണമായിരുന്നില്ല. നോട്ട് സൂയിസൈഡ്, ആത്മഹത്യയല്ലായിരുന്നു. നോട്ട് ആക്സിഡന്റൽ, അപകടമരണമോ യാദൃശ്ചിക മരണമോ ആയിരുന്നില്ല. സ്തോത്രം. ഇറ്റ് വാസ് നോട്ട് എ മാർട്ടീഡം, ഒരു രക്തസാക്ഷിത്വവുമായിരുന്നില്ല. നോട്ട് ഈവൻ എ സാക്രിഫൈസ്, ഒരു യാഗവുമായിരുന്നില്ല. ത്യാഗമെന്നും യാഗമെന്നും പോലും നമുക്ക് പറയാൻ പറ്റില്ല യേശുവിന്റെ മരണത്തെ. ബട്ട് ഇറ്റ് വാസ് ആൻ അറ്റോണിങ് സാക്രിഫൈസ്, നോട്ട് എ സിമ്പിൾ സാക്രിഫൈസ്, ബട്ട് ആൻ അറ്റോണിങ് സാക്രിഫൈസ്. ഒരു പ്രായശ്ചിത്ത യാഗം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അഥവാ പ്രായശ്ചിത്ത മരണം എന്ന് വിളിക്കാം. സ്തോത്രം. ഇറ്റ് വാസ് എ റാൻസം ഡെത്ത്. യേശുവിന്റെ മരണം ഒരു മറുവിലയായ മരണമായിരുന്നു. റാൻസം ഡെത്ത്, മറുവിലയായിട്ടുള്ള മരണമായിരുന്നു. ഇറ്റ് വാസ് എ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത്. ഇതൊരു പ്രതിമരണമായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ സ്ഥാനത്ത്, നമുക്ക് പകരമായി. സബ്സ്റ്റിറ്റ്യൂഷണറി. സ്തോത്രം. അങ്ങനെ നമുക്ക് വേണ്ടി മരിക്കുവാനാണ് യേശു മരിപ്പാൻ കഴിയുന്ന ഒരു ജഡശരീരം, ഒരു ദേഹം എടുത്തത്. അപ്പോൾ യേശു ജഡത്തിൽ വെളിപ്പെട്ടതിന് കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം, നാലാമത്തേതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിക്കുക. ഹി മേ സഫർ ഡെത്ത് ഫോർ us. അതിനോട് ചേർത്തോ അടുത്തതായിട്ടോ നമുക്ക് പറയാൻ പറ്റും, ടു ടേസ്റ്റ് ഡെത്ത് ഫോർ us all. നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. ആ മരണം ആസ്വദിക്കുക എന്നതിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടു. സ്തോത്രം.
ഒരു പാപിക്ക് മരണത്തിൽ എന്തൊക്കെ അനുഭവവേദ്യമാകുമോ അതെല്ലാം യേശു നമ്മുടെ പ്രതിമരണം ഏറ്റെടുത്തപ്പോൾ അനുഭവിച്ചു. അതിനെയാണ് ആസ്വദിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. നമുക്ക് പകരമായി പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തപ്പോൾ ഒരു പാപിക്ക് മരണത്തിൽ സംഭവിക്കാമാവുന്നതെല്ലാം യേശു നേരിട്ട് രുചിച്ചു, ആസ്വദിച്ചു, അറിഞ്ഞു. സ്തോത്രം. അതാണ് നമ്മൾ കണ്ടത്. അപ്പം യേശുക്രിസ്തുവിന്റെ ശരീരധാരണത്തിന്റെ ഉദ്ദേശം നാലാമത്തേതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്, അല്ലെങ്കിൽ 4ഉം 5ഉം കൂടെ ചേർത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്തോത്രം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ശരി, ഒന്നുമില്ലെങ്കിൽ അടുത്തത് 5എന്നോ 6എന്നോ നിങ്ങൾ നമ്പർ ഇട്ടതുപോലെ ഞാനതിനെ 6 പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് ചെയ്യുകയാണ്. ഇപ്പോൾ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് നിങ്ങൾ നോട്ട് ചെയ്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. അടുത്തത് നമ്മൾ കാണുന്നത് അതിൻ്റെ നമ്മളിപ്പോൾ 9ാം വാക്യമാണല്ലോ വായിച്ചത്. ഇനി 10ാമത്തെ വാക്യം വായിക്കാം. In bringing many sons to glory, it was fitting that God, for whom and through whom everything exists, should make the author of their salvation perfect through suffering. അവിടെ നമ്മൾ കാണുന്നു 6ാമത്തെ ലക്ഷ്യം. To bring many to the glory. അനേകരെ, അനേകം പുത്രന്മാരെ എന്ന് നമ്മോട് കാണുന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. അതിൻ്റെയും അർത്ഥം നമ്മൾ കണ്ടിട്ടുണ്ട്. ആദാം ഹവ്വമാരുടെ പാപം നിമിത്തം മനുഷ്യൻ ദൈവ തേജസ്സില്ലാത്തവനായി തീർന്നു. ആ തേജസ് എന്തല്ലെന്നും എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഒന്നും ആവർത്തിക്കുന്നില്ല. പ്രധാനമായിട്ടും അവിടെ പറയുന്ന തേജസ് തേജോമയനായ ദൈവത്തിൻ്റെ അക്ഷരീക സാന്നിധ്യത്തോടുള്ള സാമീപ്യമായിരുന്നു. The immanency to the very presence, the literal presence of the glorious God. പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യന്റെ തേജസ് എന്ന് പറയുന്നത് തേജോമയനായ ദൈവത്തോട് അക്ഷരീയമായും അടുത്തിരിക്കുന്നതിനുള്ള അവസരമായിരുന്നു. The glory of God was the very literal immanency to the glorious God, His presence. Adam and Eve could enjoy that glory before committing sin. പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം ഹവ്വമാർക്ക് ആ സാന്നിധ്യം അടുത്ത് അറിയാൻ, അനുഭവിക്കുവാൻ സാധിക്കുമായിരുന്നു.
എന്നാൽ പാപം ചെയ്തതോടുകൂടെ ആ സാന്നിധ്യത്തിൽ നിന്ന് അവർ ഒന്നാമത് തന്നെ ഓടിയകന്നു, രണ്ടാമത് ദൈവം അവരെ ഇറക്കി വിട്ടു. ഇത് രണ്ടും സംഭവിച്ചു. The very moment they committed sin, they themselves fled from God's presence. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവര് തന്നെ ഓടി ഒളിച്ചു. അത് നാം 3-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളിലൊക്കെ കാണുന്നു. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ ആദാമേ നീ എവിടെ എന്നും പറഞ്ഞുകൊണ്ട് ദൈവം ഏദനിൽ വന്നത്. ഈ ആദാം എവിടെയാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മള് കാണാതെ പോയ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പോലൊന്നും വിളിച്ചതല്ല. ആ ചോദ്യത്തിന്റെ മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. Where are you positionally now? നീ എവിടെ എന്ന് ചോദിച്ചത്, അയ്യോ നിന്നെ എവിടെങ്ങും കാണുന്നില്ലല്ലോ, ഏത് മരത്തിന്റെ പുറകിലാ എന്നല്ല. അതിലുപരിയായി ഞാൻ നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് നീ ഇന്ന് കാണപ്പെടുന്നില്ലല്ലോ. ഇന്ന് നിന്റെ സ്ഥാനം എവിടെ? Where are you positioned today? Positionally, where are you? ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പോൾ മനുഷ്യൻ തന്നെ ദൈവത്തിൽ നിന്നും പാപം ചെയ്ത ശേഷം ഓടി ഒളിക്കുന്നു. 3:23 വരുമ്പോൾ ദൈവം തന്നെ ആദം ഹവ്വമാരെ തിരുസന്നിധിയിൽ നിന്ന് ഇറക്കി വിടുന്നു. ഏദൻ തോട്ടത്തിൽ നിന്നും തലകുനിച്ച് ആദാം ഹവ്വമാർ അവർക്ക് തമ്മിൽ പോലും നോക്കാൻ കഴിയാത്തതുപോലെ ലജ്ജാഭാരത്തോടെ, നിരാശരായി, കോപമുള്ളവരായി ഇറങ്ങിപ്പോകുന്നു. അപ്പൊ ദൈവ തേജസ് അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള സഹിത്വമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. മറ്റൊരർത്ഥവും കൂടെ ചില വേദവ്യാഖ്യാതാക്കൾ അതിന് കൊടുക്കാറുണ്ട്. യോഹന്നാൻ 1:14 നമുക്കറിയാം. ജോൺ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതിനുശേഷം ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആ തേജസ് എന്തുവാ? അധികാരമുണ്ട്, സാന്നിധ്യമുണ്ട്, കൂടാതെ അതുവരെ ഇല്ലാത്ത, ഒരു മനുഷ്യനിലും കാണുവാൻ കഴിയാത്ത വിശുദ്ധിയുടെ പ്രഭാവമുണ്ട്. മോശ ഉൾപ്പെടെയുള്ള യഹൂദ നേതാക്കന്മാരിൽ ആരിലും വേണ്ട, അല്പം കൂടെ പുറകോട്ട് വെക്കൂ. അബ്രഹാം ആണല്ലോ അവരുടെ മൂലപിതാവ്. അബ്രഹാം തുടങ്ങി ഇങ്ങോട്ടുള്ള ആരിലും അവരുടെ ആത്മീയ നേതൃത്വത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് മോശയാണ്, അഹരോനാണ്. അവരിലും രണ്ടിലും കാണുവാൻ കഴിയാത്ത ഒരു വിശുദ്ധിയുടെ പ്രഭാവം, എ മാജസ്റ്റി ഓർ എ ഗ്ലോറി ഓഫ് ഹോളിനെസ്. അത് സ്നാപക യോഹന്നാൻ വരെയുള്ളവരിൽ കാണാതിരുന്ന ഒരു തേജസ് ഏകജാതനായവനിൽ അവർ കണ്ടു. സ്തോത്രം. ബാഹ്യമായ തേജസ് ഒന്നും ആയിരുന്നില്ല അതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. കാരണം യേശുവിനെ കണ്ടാൽ ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ലായിരുന്നു. ദൈവശക്തിയുടെ നിറകുടമായിരുന്നു മശിഹയെങ്കിലും സാധാരണമായിട്ട് യേശുവിനെ കണ്ടാൽ ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നില്ല.
അവന്റെ ശിഷ്യന്മാരിൽ നിന്നും യേശുവിനെ വേർതിരിച്ചറിയുക പോലും അത്ര എളുപ്പമല്ലായിരുന്നു. എന്ന് വെച്ചാൽ പുറമെ അങ്ങനെയുള്ള വലിയ ഗ്ലാമറൊന്നും, തേജസ് എന്ന് പറയുന്ന സാധനമൊന്നും യേശുവിൽ ഇല്ലായിരുന്നുവെന്ന്. പകരം ആ തേജസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ആ നഷ്ടപ്പെട്ട തേജസ്സുകളോടൊപ്പം നമുക്ക് മറ്റൊരു തേജസ് കൂടെ ലഭിക്കുവാനിരിക്കുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആദാമ്യ പാപം നിമിത്തം നമ്മൾ ഇപ്പോൾ പഠിച്ചതുപോലെയുള്ള ദൈവ സാന്നിധ്യം ഉൾപ്പെടുന്ന, ദൈവ സാന്നിധ്യത്തിൻ്റെ സാമീപ്യം ഉൾപ്പെടുന്ന തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഇപ്പോൾ അവിടേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ആ നഷ്ടപ്പെട്ട അളവിൽ മാത്രമല്ല തരുന്നത്, അതിനേക്കാൾ വളരെ 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 മടങ്ങ് കൂട്ടിയാണ് നമുക്ക് ആ തേജസ് തിരികെ തരുന്നത്. അങ്ങനെ നമ്മെ ദൈവ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് യേശു എന്ത് ചെയ്തു? ജഡമെടുത്തു വന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ തേജസ് പോലെ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പോലെ ഒരു മഹത്വം പ്രാപിക്കേണ്ടതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ നമ്മെ ദൈവാനുരൂപരായി തീർക്കേണ്ടതിന്, to make us God-like, because that was God's purpose. That was the very fake promise of the devil. That was the greedy desire of our first patriarchs. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ തേജസ്സുള്ളവരായി നാം ആയിരിക്കണം എന്നതായിരുന്നു ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. 2, നമ്മെ ദൈവത്തെ പോലെ ആക്കുക, ഗോഡ് ലൈക്ക്നെസ്. ദൈവത്തെ പോലെ നമ്മെ ആക്കുക എന്നതായിരുന്നു സാത്താൻ ഹൗവയോട് ചെയ്ത വ്യാജ വാഗ്ദാനം, ഫേക്ക് പ്രോമിസ് ഓഫ് ദ ഡെവിൾ. നിന്നെ ദൈവത്തെ പോലെ ആക്കാം, അല്ലെങ്കിൽ നീ ഇത് തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെ ആകും. 3 കണ്ടത് മനുഷ്യന്റെ എക്കാലവുമുള്ള ആഗ്രഹമാണ് ദൈവത്തെ പോലെ ആവുക. സ്തോത്രം. കഴിഞ്ഞ ദിവസവും ചിരിയും വിഷമവും ദേഷ്യവും ഒക്കെ വന്നു. നമ്മുടെ ശ്രീമാൻ ട്രംപ് സാഹിബ് ചെയ്ത പരിപാടി കണ്ടില്ലായിരുന്നു? AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടാണെങ്കിലും പോപ്പിനോടുള്ള വിരോധം തീർത്തത് അദ്ദേഹം. യുദ്ധത്തിന് പോപ്പ് എതിരായതിന് പോപ്പിനോടുള്ള വിരോധം തീർത്ത, ഞാൻ പോപ്പിനൊക്കെ വലിയ ആളാണെന്ന് കാണിക്കാൻ AI നിർമ്മിതമായിട്ട് അദ്ദേഹം അങ്ങ് യേശുവായി. നിങ്ങൾ കണ്ടു കാണും, ട്രംപ് യേശുവായിട്ട് രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു റീലോ എന്താണ് പറയുന്നേ. എക്കാലവും മനുഷ്യന്റെ താല്പര്യം ദൈവത്തെ പോലാവുക എന്നുള്ളതാ. മനുഷ്യന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ അത് കിടപ്പുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്യന്തികമായ ഈ ലക്ഷ്യത്തിലേക്കും ആഗ്രഹത്തിലേക്കും
ദൈവം നമ്മെ നടത്തുകയാണ്. സാത്താന്റെ വ്യാജ വാഗ്ദാനങ്ങൾക്കോ മനുഷ്യരുടെ അത്യാഗ്രഹപൂർണമായ ആഗ്രഹങ്ങൾക്കോ ഒന്നും തന്നെ നമ്മെ ദൈവാനുരൂപരാക്കി തീർക്കുക എന്ന ദൈവീയ ലക്ഷ്യത്തെ അട്ടിമറിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. സ്തോത്രം. അതുകൊണ്ട് ആ ആത്യന്തികമായ ലക്ഷ്യത്തിന് വേണ്ടി നമ്മെ അതിലേക്ക് നടത്തേണ്ടതിനായി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജഡം എടുത്തു വന്നു, നമ്മെ തേജസ്സിലേക്ക് നടത്തുവാൻ. സ്തോത്രം. വ്യക്തമാണല്ലോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? ശരി. ഏഴാമത്തെ ലക്ഷ്യവും അതേ 10-ാം വാക്യത്തിലുണ്ട്. അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു. അതുകൊണ്ട് 8-ാമത്തേതായിട്ട് നമ്മളിവിടെ കാണുന്നത്, സ്തോത്രം, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നതിനായി, അല്ലെങ്കിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി. ഈ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പാപത്തിന്റെ പാപത്തിന്റെ ശിക്ഷാവിധി. സ്തോത്രം. പാപത്തിന്റെ ശിക്ഷാവിധി. മാനവകുലം പാപം ചെയ്തു. ഈ മനുകുലത്തിന്റെ പാപത്തിൻ ശിക്ഷ മുഴുവനും ഏറ്റെടുക്കേണ്ടതിന് റോമാലേഖനം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അത് തന്നെയാണ് എബ്രായർ 2:10. സ്തോത്രം. എന്താ? യേശുക്രിസ്തു ജഡത്തിൽ വന്നത് എന്തിനു വേണ്ടി? നമ്മുടെ പാപത്തിന്റെ ശിക്ഷാവിധികൾ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കേണ്ടതിന്, പാപത്തിന്റെ പരിണിത ഫലമായ കഷ്ടാനുഭവങ്ങൾ മുഴുവനും തൻ്റെ ശരീരത്തിൽ തികച്ചെടുക്കേണ്ടതിന്. സ്തോത്രം. പാപത്തിന്റെ ശിക്ഷ മുഴുവനും യേശു ഏറ്റെടുത്തു. സ്തോത്രം. നേരെ പോയങ്ങ് മരിക്കുക മാത്രമായിരുന്നില്ല, യേശു കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി. സ്തോത്രം. ആ കഷ്ടാനുഭവങ്ങൾ എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷാവിധിയാണ്. ഓരോ പാപിയും അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ, ദൈവത്തിന്റെ ശിക്ഷ. അതിൽ കരുണയില്ല, അവിടെ ദയയില്ല. സ്തോത്രം. ദയ കൂടാതെ, കരുണ കൂടാതെ ഈ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുത്തു. അതുതന്നെയാണ് നാം 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിലും കാണുന്നത്. 5, 7 and 8 ഹീബ്രൂസ്. അവിടെയും നമ്മൾ കാണുന്നു, സ്തോത്രം, യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി. സ്തോത്രം. ഇതെല്ലാം നമുക്ക് പകരമായിട്ടാണ് ചെയ്തത്. മനുഷ്യന്റെ പരാജയങ്ങൾ മുഴുവനും
യേശു ശിക്ഷാവിധികളായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പരാജയപ്പെട്ട മനുഷ്യന് പകരം ക്രിസ്തു എല്ലാം വിജയകരമായി പൂർത്തീകരിച്ചു. അപ്പോൾ നമ്മുടെ കഷ്ടാനുഭവങ്ങളെ ഏറ്റെടുക്കുക, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷാവിധികൾ ഏറ്റെടുക്കുക. 9ാമത്തെ ഒരു കാര്യവും അതേ വാക്യത്തിലുണ്ട്. അതൊന്ന് പറഞ്ഞ് ഞാനങ്ങ് നിർത്തുന്നു. വിശദീകരണം കർത്താവിന്റെ വരവ് താമസിച്ച് നമുക്ക് നാളെ ആകാം. എന്താ? എട്ടാമത്തെ ആണോ? ശരി ശരി, 8. എന്താണത്? നമ്മുടെ രക്ഷാനായകനാകുവാൻ. സ്തോത്രം. ടു ബിക്കം ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. രക്ഷാനായകനാകുവാൻ. സ്തോത്രം. അതിൻ്റെ വിശദീകരണം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ആകാം. ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിലൂടെ നമുക്ക് ലഭ്യമായ ഈ വിധമായ അനുഗ്രഹങ്ങളെ ഇപ്പോൾ നമ്മൾ 8 കണ്ടു. ഇനിയും ചിലതും കൂടെ നമുക്കവിടെ നിന്ന് കാണാനായിട്ടുണ്ട്. ഇവയെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളുടെ പുറകെ നമ്മൾ പിന്നെ പോകില്ല. ഇത്ര ശ്രേഷ്ഠകരമായ, വേറെ ആർക്കും തരുവാൻ കഴിയാത്ത, വേറെ എങ്ങു നിന്നും നമുക്ക് ലഭ്യമല്ലാത്ത ഈ ദൈവീക അനുഗ്രഹങ്ങൾ യേശുക്രിസ്തു എന്ന ഏകനിലൂടെ സമൃദ്ധമായി നമുക്ക് തരുവാൻ അവിടുത്തേക്ക് പ്രസാദമായല്ലോ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നമുക്ക് ഈ കർത്താവിനോടുള്ള ഏകീഭാവത്തിൽ കൃതാർത്ഥതയോടും കൃതജ്ഞതയോടും കൂടെ നിലനിൽക്കുവാനും, ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപത്തിൻ്റെ മുഴുവൻ ശിക്ഷാവിധിയും ഏറ്റെടുത്ത് നമ്മെ തേജസ്സിലേക്ക് നടത്തുന്ന നമ്മുടെ രക്ഷാനായകനെ നേരിൽ കണ്ട് തൻ്റെ കാൽക്കൽ വീണ് കിടന്ന് മുത്തം ചെയ്യുവാനുള്ള ഏറിയ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.